ഒരാഴ്ച ക്ലാസ്സിൽ പോകാണ്ടിരുന്ന് പോയേക്കണേണ്ട. ജാനമ്മ നല്ല കരച്ചിലായിരുന്നു. ഇസക്ക് വിഷമമുണ്ട്, പക്ഷെ കുഴപ്പമില്ല. എന്നാലും ഉമ്മയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടോ. പിന്നെ ലാസ്റ്റ് ചിരിക്കാൻ പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ച് ടാറ്റയൊക്കെ തന്നെ കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് രാവിലെ തന്നെ മീനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇസുവിനെ ആക്കി കഴിഞ്ഞ് വന്നപ്പോഴേക്കാളും മീൻ നന്നാക്കണേണ്ട. ഈ ചെമ്പാന് ഞങ്ങൾ ഇങ്ങനെയായിട്ടാ നന്നാക്കണതേ. ഒരു ചെറിയൊരു പാട പോലത്തെ ഒരു തൊലി പോലെ ഉണ്ടാവും. എന്നിട്ട് അത് ആദ്യം പറിച്ച് കളഞ്ഞിട്ട് പിന്നെ സ്ക്രബില്ലേ, ആ സ്ക്രബ് വെച്ചൊന്ന് ഉരച്ച് കളഞ്ഞാൽ മതി കേട്ടോ. പിന്നെ തലേം പാലം നമ്മൾ മീൻ നന്നാക്കണ പോലെ തന്നെ. ഇതിനെ ഈ മീൻ ഇവിടെ പറയുന്നത് ചെമ്പാൻ എന്നാണ് കേട്ടോ. നെയ്മീത്തിൻ്റെ ചെറുത് കുറച്ചെടുത്ത് വറക്കാനും വെച്ചിട്ടുണ്ട്. തലയൊക്കെ എടുത്ത് പറ്റിച്ച് വെക്കാനാണ് കേട്ടോ. കറിയാക്കുന്നില്ല. അതിന് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചി പച്ചമുളകും കൂടി ഇട്ട് ചതച്ചതും ഒരു പുളിയും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കും. എന്നിട്ട് മീനും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി പേസ്റ്റ് സെപ്പറേറ്റ് ഇങ്ങനെ വെക്കും. അപ്പോൾ എന്താണ് നമുക്ക് ആവശ്യത്തിന് നേരം എടുത്ത് അങ്ങനെ ചെയ്താൽ മതി. 4 കഷ്ണം മാച്ചാൻ എടുത്തിട്ട് വറക്കാൻ പറ്റിയിട്ട് ബാക്കിയുള്ളതിന് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ച് നാളെയോ മറ്റന്നാളോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ആ മീനും കൂടി ഇട്ടിട്ട് അതൊന്ന് കുറച്ച് നേരം പറ്റിച്ച് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടോ. എന്നിട്ട് നമുക്ക് വേറെ ദിവസം വെക്കാം. പിന്നെ ഇപ്പോൾ ഈ വെക്കണത് അയില തക്കാളി ഇട്ട് തിളപ്പിക്കണേണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ കറി വെപ്പൊക്കെ ഇങ്ങനെയൊക്കെ